ഞാൻ മടങ്ങിയെത്തും വരെ എൻ്റെ പൊന്നുണ്ണിയെ നിദ്രാഭാവം വരുത്താതെ കണ്ണിൽ വയ്ക്കാതെ കാതോർത്ത് കാത്തോടെ. സുഖമായി ഉറങ്ങുകയാണല്ലേ? എന്തൊരു ഓമനത്തിനുള്ള മുഖമാ നിന്റേത്. നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. നിന്റെ മുഖം എന്നെ വല്ലാതെ വശീകരിക്കുന്നു. ഈ പാവം കുഞ്ഞിനെയാണോ കംസരാജൻ ഭയപ്പെടുന്നത്? കംസരാജനോടിപ്പോ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യാം കുഞ്ഞെ? നിന്നെ എത്രയും പെട്ടെന്ന് കൊന്നു കളയാനാണ് ആജ്ഞാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പൂതനയ്ക്ക് നിന്നെ കണ്ടിട്ട് കൊല്ലാനേ തോന്നുന്നില്ല. പൂതന എന്ത് ചെയ്യാനാ പിന്നെ? എന്റെ കുട്ടൻ ഉണർന്നല്ലോ. അമ്മ എടുക്കാട്ടോ.
തന്നെ വധിക്കാൻ വന്ന പൂതനയ്ക്ക് ശാപമോക്ഷമേകിയ അമ്പാടിക്കണ്ണൻ പിന്നെയും തൻ്റെ അതിശയ വിസ്മയ ബാലലീലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. വണ്ടിച്ചക്രത്തിൻ്റെ രൂപത്തിൽ കൊല്ലാൻ വന്ന ശകടാസുരനും പൂതനയുടെ ഗതി തന്നെ കൈവന്നു. ചുഴലിക്കാറ്റായി തന്നെ നിഗ്രഹിക്കാനെത്തിയ തൃണാവർത്തനെയും കാലപുരി കയച്ചു അമ്പാടിക്കണ്ണൻ. 9-ാം വയസ്സിൽ തൻ്റെ മാതുലൻ കംസനെ വധിച്ച് മധുരയെ മോചിപ്പിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നീട് അമ്പാടിയിലെ ഗോക്കളോടും ഗോപസ്ത്രീകളോടുമൊപ്പമുള്ള കുസൃതിയും ഭക്തിയും പ്രണയവും നിറഞ്ഞ ബാല്യ കൗമാരങ്ങൾ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ. പിന്നീട് പശ്ചിമ സമുദ്രത്തിൽ ഒരു ദ്വീപ് സൃഷ്ടിച്ച് ആ ദ്വീപ് പ്രൗഢമനോഹരമായ പുരിയാക്കി മാറ്റി ദ്വാരകാപുരി. നാരായണ നാരായണ. ഭൂലോക വൃത്താന്തവും ദേവലോക വൃത്താന്തവും നമുക്കാവും വിധം അങ്ങേ ധരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളവര് വിട നൽകിയാലും നാരായണ നാരായണ. നാരദ മഹർഷി പ്രപഞ്ചധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സത്യവും ധർമ്മവും പരിപാലിക്കുന്നതിന് വേണ്ടി അങ്ങ് ചെയ്യുന്ന ത്യാഗങ്ങൾ നാം അങ്ങേ അവാച്യപൂർവം അഭിനന്ദിക്കുന്നു. നാരായണ നാരായണ. എങ്കിൽ അടിയിൽ വിട നൽകിയാലും മഹാത്മ അങ്ങേക്ക് യുധിഷ്ഠിരന്റെ ആദര പ്രണാമം. ചതിക്കടിയിലകപ്പെടാനായി കൗരവപക്ഷത്തിന് കരതലം നീട്ടിക്കൊടുത്തിട്ടാണ് ധർമ്മപുത്രരുടെ ഈ ആഗമനം. അത് ചതിക്കണി മത്സരമാണ് കൃഷ്ണപ്രഭു. ദ്രവ്യം വെച്ചുള്ള ജൂതുകളിൽ മത്സരമല്ല, മതമാത്സര്യമാണ് യുധിഷ്ഠിരൻ. അത് കൗരവരോടാകുമ്പോൾ അപകടവുമാണ്. ചൂതിൽ യുധിഷ്ഠിരനെ തോൽപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. അത് കള്ളച്ചൂതായാലും ധർമ്മത്തിന്റെ പക്ഷത്ത് മാത്രം ചരിക്കുന്ന ധർമ്മപുത്രർക്ക് കള്ളച്ചൂതിനെ അതേ നാണയത്തിൽ നേരിടാനാവുമോ? നമ്മുടെ പിതാവ് വസുദേവരുടെ സഹോദരിയാണ് പഞ്ചപാണ്ഡവരായ നിങ്ങളുടെ മാതാവ് കുന്തിദേവി. എങ്കിലും പാഞ്ചാലി സ്വയംവരത്തോടെയായിരുന്നു നമ്മുടെ സമാഗമം. പാണ്ഡവരെ തുടച്ചു നീക്കാനുള്ള
കുരുവംശജരുടെ കുൽസിത രംഗങ്ങളെ അയ്യറവ് പറയിച്ചു. നമ്മുടെ സാന്നിധ്യ സാക്ഷ്യത്തിൽ രാജ്യം രണ്ടായി പകുത്ത് ഹസ്തിനപുരം ദുര്യോധനും ഇന്ദ്രപ്രസ്ഥം യുധിഷ്ഠിരനുമായി പകുത്തേക്കുകയാണ്. നമ്മുടെ കാർണികത്വത്തിൽ രാജസൂയം നടത്തി യുധിഷ്ഠിര രാജ ചക്രവർത്തി പദത്തിലുമെത്തി. ആ രാജ്യം രാജസൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്താനാണോ യുധിഷ്ഠിര? കർണന്റെയും ശകുനിയുടെയും ഉപചാപത്താൽ, ദുര്യോധന്റെ നിർബന്ധത്താൽ ധൃതരാഷ്ട്ര രാജാവിന്റെ ചൂതുകളീക്ഷണം ഇന്ദ്രപ്രസ്ഥാധിപനായ അങ്ങ് സ്വീകരിച്ചത്? സ്വീകരിക്കേണ്ടി വന്നു. ഭാവി നിയന്താവായി അവിടുന്ന് പങ്കുവച്ച ആശങ്കകൾ എന്നെയും അസ്വസ്ഥപ്പെടുത്തിയതിനാലാണ് എന്റെ ഈ ആഗ്രഹം. അവിടുത്തെ സഹായം അഭ്യർത്ഥിക്കുക. പറഞ്ഞാലും യുധിഷ്ഠിര, ചൂതുകളിയിൽ ശകുനിയാണ് ദുര്യോധനന്റെ തന്ത്രോപദേശകൻ. എന്റെ തന്ത്രോപദേശകനായി പാണ്ഡവ പക്ഷത്തു നിന്ന് അങ്ങ് നിലയുറപ്പിക്കും. ഇന്ദ്രപ്രസ്ഥാധിപന്റെ സഹായാഭ്യർത്ഥന നിരസിക്കേണ്ടി വന്നത് നാം ചൂതും മതിരോത്സവവും പോലുള്ള അധാർമികതകളും അനാശാസ്യതകളും കൃഷ്ണ സാന്നിധ്യവും സഹായവും ഉണ്ടാകണം. പക്ഷേ ധർമ്മിഷ്ഠനായ ധർമ്മപുത്രനെ യുധിഷ്ഠിര, നിങ്ങളുടെ ചൂതാട്ട കളിത്തട്ടിൽ ഒരു വേള രക്ഷകനായി നാം നമ്മുടെ സാന്നിധ്യം അറിയിക്കേണ്ടതായി വരും. ആ ശാപമുഹൂർത്തം അങ്ങയുടെ ജീവായുസിനെ ഏറ്റവും അപമാനിതമായ ഒരു വേളയായിരിക്കുമെന്ന് നാം ഇതാ പ്രവചിക്കുന്നു. കൗരവ കോപപങ്കില രാജ സന്നിധി കാലമില്ല നാരി തന്റെ തൃക്കരങ്ങൾ നീട്ടി ദേവ ധർമ്മരക്ഷാർത്ഥം കൃഷ്ണ 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 ഇവൻ ദുശാസനന്റെ മാറു പിളർന്ന് ചുടുചോലയിൽ കഴുകി തുവർത്തിയിട്ട് ഈ ദ്രൗപദി നീ എന്റെ ഈ മുടിയിഴകൾ കെട്ടിവെക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇനി വ്യവസ്ഥ പ്രകാരമുള്ള പാണ്ഡവരുടെ വനവാസകാലം, തുടർന്ന് അജ്ഞാതവാസം. വ്യവസ്ഥകൾ പാലിച്ച് തിരിച്ചെത്തിയ പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം നൽകാൻ ദുര്യോധനൻ വിസമ്മതിച്ചു. ഗുരുജനങ്ങളുടെയും പിതാമഹന്മാരുടെയും ശ്രീകൃഷ്ണന്റെയും മധ്യസ്ഥ ശ്രമങ്ങളും പാഴ്വേലയായി പരിണമിക്കപ്പെട്ടതോടെ
കുരുക്ഷേത്ര യുദ്ധത്തിന് കളമൊരുങ്ങി. സമസ്ത ഭുവന രാജ്യങ്ങളും മഹാഭാരത യുദ്ധത്തിനായി കുരുക്ഷേത്ര ഭൂമിയിലെത്തി. ഭഗവാൻ കൃഷ്ണൻ ആയുധമെടുക്കുമെന്ന പ്രതിജ്ഞയോടെ തൻ്റെ സൈന്യത്തെ ഒന്നടങ്കം കൗരവപക്ഷത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഏകനായി പാണ്ഡവപക്ഷത്ത് നിരായുധനായി നിന്നു. 11 അക്ഷൗഹിണിപ്പടയുമായി കൗരവപക്ഷവും 7 അക്ഷൗഹിണിപ്പട മാത്രമായി പാണ്ഡവപക്ഷവും കുരുക്ഷേത്ര രണാങ്കണത്തിൽ അണിനിരന്നു. ഇനി കുരുക്ഷേത്ര യുദ്ധം. നിന്റെ മക്കളും അവരുടെ പാർശ്വവർത്തി രാജാക്കന്മാരും കാലം പിഴച്ചവരാണ്. ധ്വംസബുദ്ധിയാൽ മനോനില ശിഥിലമാക്കപ്പെട്ട കാലദോഷത്താൽ മുറിയുന്നവരെ പറ്റി എന്തിനു നീ ദുഃഖിക്കുന്നു? അവരുടെ നിർവൃതി അവർ തന്നെ സ്വയം സമാർജിച്ചിരിക്കുന്നു. കുരുക്ഷേത്ര പോരാട്ടം കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ അന്ധനേത്രങ്ങൾക്ക് ഈ വേദവ്യാസൻ കാഴ്ച നൽകാം രാജൻ. ബ്രഹ്മർഷിസത്തമനായ പിതാവേ, ജ്ഞാതികളുടെ മതം കാണാൻ നാം ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ പ്രഭാവ ബലത്താൽ യുദ്ധവർണ്ണന നാം ഇവിടെ ഇരുന്ന് ശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ രാജൻ, നിന്റെ മന്ത്രിയും തേരാളിയുമായ സഞ്ജയന് നാം ദിവ്യചക്ഷുസ് നൽകാം. ഇവൻ കാണാത്തതായി യാതൊരു സംഗതിയും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഉണ്ടാകുന്നതല്ല. കുരുക്ഷേത്ര ഭൂമിയിലെ സകല സംഭവങ്ങളും ഇവൻ നിനക്ക് വിവരിച്ചു തരുന്നതായിരിക്കും. മംഗളം ഭവിക്കട്ടെ. അല്ലയോ സഞ്ജയ, കുരുക്ഷേത്ര ഭൂമിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മോട് പറഞ്ഞാൽ. മഹാപ്രഭു, യുദ്ധ തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായി. ഭീഷ്മ പിതാമഹനെ മുൻനിർത്തി കൗരവ സൈന്യം അണിനിരന്നിരിക്കുന്നു. കിഴക്കോട്ടഭിമുഖമായി പടിഞ്ഞാറ് വശം ദൃഷ്ടത്വമന്റെ സൈന്യാധിപത്യത്തിൽ പാണ്ഡവ സൈന്യവും യുദ്ധസജ്ജരായിരുന്നു. സൈന്യബലങ്ങൾ എങ്ങനെ? നിർവചിക്കുക അസാധ്യം. ദേശാന്തരങ്ങളിലുമുള്ള സർവത്ര ആളുകളും ആനയും തേരും കുതിരകളും എല്ലാം യുദ്ധക്കളത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. നാടും പുഴയും കാടും മേടുമൊക്കെ വന്നുകൂടിയ സൈന്യങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. പ്രകൃതിയും യുദ്ധഭാവത്തിലാണോ സഞ്ജയ? പ്രഭു, പൊടിപടലങ്ങളിൽ മുങ്ങി പ്രകൃതി സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇരുളടഞ്ഞിരിക്കുന്നു. ആദരങ്ങൾ പ്രളയദാഹത്താൽ ഇരമ്പിയാർ ഇളകി മറിയുന്നു. ശംഖുപേരി നാദങ്ങൾ, രഥചക്ര ധ്വനികൾ, ഗജവീരന്മാരുടെ ചിഹ്നം വിളികൾ ഇവയെല്ലാം കൂടി ഭൂമിയെ പിളർത്തുന്നു. ആരുടെ മുന്നണി പോരാളികൾ? കൗരവരുടെ ആവേശഭരിതരാക്കി സേനയ്ക്ക് മുമ്പിൽ ഭീഷ്മ പിതാമഹൻ. വെള്ളക്കുടയും വെള്ളവില്ലും വെള്ളവാളും വെള്ളത്തലപ്പാവും വെള്ളക്കൊടിയുമായി ഒരു വെള്ളിമല പോലെ വെള്ളക്കുതിരകളെ പൂട്ടിയ വെള്ളിത്തേരിൽ പ്രശോഭിക്കുന്നു ഭീഷ്മ പിതാമഹൻ. സബാഷ്, സബാഷ്. ഭീഷ്മസേനയ്ക്ക് എതിർവ്യൂഹം കെട്ടിക്കൊണ്ട് യുധിഷ്ഠിര രാജാവ് അർജുന്റെ തേരാളി ശ്രീകൃഷ്ണനാണ് പ്രഭു. ഇപ്പോ പാർത്ഥസാരഥിയായി കൃഷ്ണൻ തേരിലേറി തന്റെ അതിവിശിഷ്ടമായ പാഞ്ചജന്യ ശംഖിൽ നിന്നും
നാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചതിനാലാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ നിന്റെ ഈ ഇതിഹാസ അവസ്ഥ? ഭഗവാനെ, ദുര്യോധന പക്ഷത്ത് യുദ്ധത്തിലിറങ്ങി സർവ്വസൈനാധിപ സ്ഥാനത്ത് നിൽക്കുന്നത് എന്റെ ഭീഷ്മ പിതാമഹനാണ്. എന്റെ ആരാധ്യ പിതാമഹനെ വധിക്കേണ്ടി വരില്ല എനിക്ക്. എന്റെ ഈ കൈകളാൽ എന്റെ ഈ ഗാണ്ഡീവത്തിൽ നിന്ന് വസ്ത്രം തൊടുത്ത് ഭീഷ്മ പിതാമഹന്റെ പക്ഷത്തിലേക്ക് ഞാൻ നയിക്കണമല്ലേ? ബാല്യകാലത്ത് വാത്സല്യപൂർവ്വം എന്നെ മടിയിലിരുത്തി താലോലിച്ച എന്റെ ഭീഷ്മ പിതാമഹന്റെ പക്ഷത്തിലേക്ക് അങ്ങനെ ഒരു കഠിന ഹൃദയനാവാൻ കഴിയുമോ ഭഗവാനെ? അവിടുത്തെ ഈ അർജുനന് ഇപ്പോൾ ഞാൻ കാണും വസ്ത്രവിദ്യയിൽ നടുവിലാക്കിയ ഗുരുവരൻ ദ്രോണാചാര്യനെ. ആ വാത്സല്യഗിരിയിൽ നിന്ന് നെഞ്ചടത്തിലേക്കും ഞാൻ വസ്ത്രം വായിക്കണമല്ലേ? ഗുരുഹത്യാപാപമേറ്റു വാങ്ങണമല്ലേ? വയ്യ, എനിക്കാവില്ല. നോക്ക്, കൃപാചാര്യ സോമദത്ത് മാധുരനായി ശല്യം. ശത്രുപക്ഷത്താണെങ്കിലും ദുര്യോധന ദുശാസനാദികൾ. ഞങ്ങൾക്ക് ഏക സഹോദരി ദുഷ്ടളയുടെ ഭർത്താവ് ജയേന്ദ്രനെ വധിച്ച് ഞങ്ങൾ കരിമയായ സഹോദരി ദുശയെ വിധവയാക്കണോ കൃഷ്ണ? അവിടുത്തെ ഈ പാർത്ത അതിനപ്പുറം ഞങ്ങളുടെയൊക്കെ മക്കൾ യുദ്ധസജ്ജരായി നിൽക്കുന്നു. എന്റെ രക്തബന്ധുക്കളെയും എന്റെ മക്കളെയും ഞാൻ ഹരിക്കണമല്ലേ? വയ്യ, എനിക്കാവില്ല. എന്റെ ശരീരം ഹൃദയാർന്ന് തളരുന്നു. എന്റെ ദേഹമാസകർ ഭക്തി ബാധിച്ചതുപോലെ എന്റെ ശിരോമണ്ഡലമാക്കി വയ്യ ഭഗവാനെ. ഇവരെയെല്ലാം വധിച്ചിട്ട് ഒരു വിജയം, ഒരു ശ്രേയസ് അവിടുത്തെ പ്രാർത്ഥന വേണ്ട. എല്ലാം അറിയുന്ന മധുസൂദന, എന്റെ ദുഃഖം തീർത്തു തരണേ. മോഹങ്ങൾ കൊണ്ടോ ആസക്തി കൊണ്ടോ ജീവിതം തന്നെയോ എന്ത് ഫലം? അതിലൊന്നും ഒരു ഫലപ്രാപ്തിയും ഈ യുദ്ധമുന്നണിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ദർശിക്കാൻ കഴിയുന്നില്ല ഭഗവാനെ. പാപകരനായ വൈഷ്ണവംശമേ, സ്വജനപദം കൊണ്ട് സൃഷ്ടിക്കുന്ന വൻ വിജയത്തെയോ, അതുകൊണ്ട് അധീനത്തിൽ വരുന്ന രാജ്യത്തെയോ, അതുകൊണ്ട് ലബ്ധമാകുന്ന സുഖഭോഗങ്ങളെയോ ഞാൻ അരിച്ചിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മധുസൂദന, ഇവരെന്നെ നിഗ്രഹിച്ചാൽ പോലും എന്റെ ജീവന് വേണ്ടി പോലും ഇവരെ ഹരിക്കാൻ ഞാൻ തയ്യാറല്ല ഭഗവാനെ. ഇത് അവിടുത്തെ അർജുനന്റെ ഉറച്ച തീരുമാനം. എന്റെ പ്രിയപ്പെട്ട സഖാവേ അർജുന, നീ അവരെ കൊന്നില്ലെങ്കിൽ അവർ നിന്നെ കൊന്നു. പൗരുഷ ശൂന്യതയാണ് നീ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഇത് നിത്യമാണ്. ശത്രുഭീഷണനായി കാലം കഴിച്ച് ശത്രുവിനെ ശത്രുവായി കണ്ടു ശത്രു നിഗ്രഹത്തിനായി പടവെട്ടാൻ വന്ന നീ ക്ഷുദ്രമായി നിന്റെ ഹൃദയ ദൗർബല്യം ഉപേക്ഷിച്ച് യുദ്ധസന്നദ്ധനായി ഇതവിടുത്തെ അർജുനന്റെ വീരത്വമല്ല, മഹാനുഭാവന്മാരായ ഗുരുജനങ്ങളെയും രക്തബന്ധങ്ങളെയും വഹിച്ചിട്ട് ഒരു വിജയവും ഒരു ശ്രേയസും അവിടുത്തെ പ്രാർത്ഥന വേണ്ട. ഏതാണ് ശരി, ഏതാണ് തെറ്റ് നിശ്ചയിക്കാൻ കഴിയാതായിരിക്കുന്നല്ലോ എനിക്ക്.
മരിച്ചവരെയോ ജീവിച്ചിരിക്കുന്നവരെയോ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടാറ്. കാരണം ഞാനും നീയും ഈ നിൽക്കുന്ന സമസ്ത സമൂഹവും ഇല്ലാതായില്ല, ഇല്ലാതാവുന്നുമില്ല. ഇല്ലാത്ത വസ്തുവിന് ഉണ്മയും ഉള്ള വസ്തുവിന് ഇല്ലായ്മയും സംഭവിക്കുന്നു. ആത്മാവിന് ഒരിക്കലും നാശമില്ലാത്ത. അതുകൊണ്ട് തന്നെ പുത്രമിത്രാദികളായ ബന്ധുജനങ്ങൾക്ക് നാശം സംഭവിക്കും എന്ന നിന്റെ ചിന്ത അസ്ഥാനത്താണ്. ആത്മാവ് കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു. നാം ധരിക്കുന്ന വസ്ത്രത്തിൽ നമുക്കും തമ്മിലുള്ള ബന്ധത്തെ ആത്മാവിനും ശരീരത്തിനും തമ്മിൽ പുത്രമിത്രാദികളായ ബന്ധുജനങ്ങൾ എന്ന് നാം കണക്കാക്കുന്ന ഭൂതരാശികൾ ജനനത്തിനു മുമ്പാലായി എവിടെയായി ആർക്കും അറിയില്ല. മരണത്തിന് ശേഷം ഇവർ എന്തായിത്തീരും, എങ്ങോട്ട് പോകുന്നു, അതും ആരും അറിയുന്നില്ല. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കാലത്ത് മാത്രമേ ഓരോ ദേഹിയും നമുക്ക് പരിചിതരും ബന്ധുക്കളും ശത്രുക്കളുമാവും. എവിടെയോ നിന്ന് വന്ന് എവിടേക്കോ പോകുന്നവരെയോട് നീ വിലപിക്കുന്നത് എന്തിനു പാർത്തു? സ്വധർമ്മം പരിപാലിച്ച് നീ നിന്റെ കർമ്മം നിറവേറ്റും. ധർമ്മ്യമായി യുദ്ധം ചെയ്യാതിരുന്നാൽ നീ സ്വധർമ്മവും കീർത്തിയും നശിച്ചവനായി. ദുഷ്കീർത്തിയേക്കാൾ ശ്രേഷ്ഠം ഭൗതിക ശരീരം വെടിയിലാണ് സഖാവേ. അതുകൊണ്ട് നീ നിന്റെ കർമ്മം ചെയ്യും. കർമ്മഫലത്തെ ഓർത്ത് ഉത്കണ്ഠപ്പെടുകയും വരും. കർമ്മഫലം താനേ തേടി. അതിനെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. പാർത്ഥ, ഞാൻ കൺകണ്ട ദൈവമായി കരുതി പോന്നിരുന്ന അവിടുന്ന് വെറും ദേഹം മാത്രമാണോ ശ്രീകൃഷ്ണ ഭഗവാനെ? സംശയമില്ല. രാമൻ ഒരു അവതാര വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നാം ഈ വസ്ത്രം ധരിക്കുന്നത് ധർമ്മ പുനഃസ്ഥാപനത്തിനായി വേണ്ടി മാത്രം. ഹേ ഭാരത, എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനിയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാവുന്നു, അപ്പോഴെല്ലാം നാം അവതാര വസ്ത്രം ധരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും അധർമ്മികളുടെ വിനാശത്തിനും ധർമ്മ പുനഃസ്ഥാപനത്തിനുമായി ഓരോ യുഗത്തിലും നാം അവതാര വസ്ത്രം ധരിക്കും. ദുഷ്ട നിഗ്രഹം, ശിഷ്ട പരിപാലനവും ധർമ്മ പുനഃസ്ഥാപനവും നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നാരായണനായ നാം ഭൂമിയിൽ അവതാരമെടുത്തിട്ടുണ്ട്. നരനായി നീയും അവതരിച്ചിട്ടുള്ളത് അതിനുവേണ്ടി തന്നെയാണ്. അതുകൊണ്ട് അജ്ഞാനത്തിൽ നിന്ന് ജനിച്ചതും ഹൃദയത്വം മാത്രവുമായ നിന്റെ മൂട്ട സംശയങ്ങളെ ഞാൻ ഘട്ടം കൊണ്ട് ഛേദിച്ച് കർമ്മയോഗത്തെ ആചരിച്ചാൽ നിവർന്ന് നിൽക്കുക. ബ്രഹ്മം തന്നെ ഞാനെന്ന ഉറപ്പോടെ ദേഹേന്ദ്രിയാദികളിലുള്ള ആത്മഭാവനയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അർജുന, നീ ധർമ്മ്യമായി യുദ്ധം ചെയ്യുക. ക്ഷത്രിയ പരിപാലനത്തിനായി യുദ്ധം ചെയ്യുക. ഇനി പറയുക, ആത്മസ്വരൂപം അറിയാതിരുന്നത് മൂലം നിനക്കുണ്ടായിരുന്ന വിപരീത ബോധം വിശേഷം നശിച്ചു. അച്യുതാ, എന്നിലെ മോഹങ്ങൾ നശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ ദിവഭാഷണ പ്രസാദത്താൽ സംശയങ്ങളൊക്കെ ധനഞ്ജയരിത സുസ്ഥിരനായി തീർന്നിരിക്കുന്നു. അവിടുത്തെ വിശ്വരൂപം കൂടി ദർശിക്കാൻ കഴിവുണ്ടാണ്. നിന്റെ ആ അഭീഷ്ടവും നാം ഇതാ സഫലമാക്കും.